കൗൺസിലിന്റെ ചെയർമാൻ ഇന്ന് കാണുന്ന ഭാരതം കെട്ടിപ്പിടിക്കാൻ നേതൃത്വം കൊടുത്തതുകൊണ്ടാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്ന് വിളിക്കുന്നത്. കാർഷിക രംഗത്ത്, വ്യാവസായിക രംഗത്ത്, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കാണുന്ന സകല പരിവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചത് അദ്ദേഹമാണ്. 1957 അദ്ദേഹം പഞ്ചവത്സര പദ്ധതി നമ്മുടെ രാജ്യത്തെ സമഗ്രമായ പുരോഗതിയിലേക്ക് നാടിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പഞ്ചവത്സര പദ്ധതിയാണ്. ഭൂമിയിലെ ഭാവിയെ കൊണ്ടുവന്ന അറ്റോമിക് എനർജി കമ്മീഷൻ രൂപീകരിച്ച് ഇന്ന് നമ്മുടെ രാജ്യത്തെ ശാസ്ത്ര രംഗത്ത് കാണുന്ന പുരോഗതിക്ക് ഉണ്ടാകാൻ കുറിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. പഞ്ചവത്സര പദ്ധതിയുടെ നടപ്പിലായ അദ്ദേഹം പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചു. നമ്മുടെ രാജ്യത്ത് അണക്കെട്ടുകൾ കൊണ്ടുവന്ന ആ അണക്കെട്ടുകൾ ഈ രാജ്യത്തിന്റെ ക്ഷേത്രങ്ങളാണ് പ്രഖ്യാപിക്കുന്നത് ജവഹർലാൽ നെഹ്റു. മാർക്സിസം അരച്ച് കലക്കി കൊടുത്ത ഒരാളാണ് ജവഹർലാൽ നെഹ്റു. മുതലാളിത്തത്തെ സമഗ്രമായി പഠിക്കാനും വിലയിരുത്താനും വേണ്ടിയുള്ള അദ്ദേഹമാണ്. അതുകൊണ്ട് മുതലാളിത്തത്തിൽ നിന്ന് സ്വാംശീകരിക്കേണ്ട പലതും, കമ്മ്യൂണിസത്തിൽ നിന്ന് സ്വാംശീകരിക്കേണ്ട പലതും സ്വാംശീകരിച്ച് ഇത് രണ്ടും കൂടെ ക്രോഡീകരിച്ച് നമ്മുടെ രാജ്യത്തിന് ഒരു സമ്മിശ്ര സമ്പദ്ഘടന കിട്ടിക്കൊടുക്കുന്നത് ജവഹർലാൽ നെഹ്റു. ആ മിക്സഡ് എക്കോണമിയാണ് നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക രംഗത്തെ പരിഷ്കാരങ്ങളുടെ ആദ്യകാലഘട്ടത്തിലെ പ്രവർത്തനം എന്ന അഭിമാനത്തോടുകൂടി നമുക്ക് സൂചിപ്പിക്കാൻ കഴിയും. പിന്നീട് നമ്മുടെ രാജ്യത്ത് കാണുന്ന വിദ്യാഭ്യാസ മേഖലയിലെ സകല പരിഷ്കാരങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നത് IIT, Indian Institute of Technology, IIM, Indian Institute of Management, NIT, National Institute of Technology, കാണുന്ന All India Institute of Medical Science, AIIMS, ഇതെല്ലാം രാജ്യത്ത് ആദ്യമായി ആരംഭിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. നമ്മുടെ നാട്ടിൽ സാമ്പത്തിക സ്വാശ്രയത്വം ജനങ്ങൾക്കുണ്ടാകണമെങ്കിൽ ഗ്രാമീണ ജനതയെ സാമ്പത്തികമായി സ്വാശ്രയത്തിലേക്ക് നയിക്കാൻ കഴിയണം എന്നാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. ഒരു സോഷ്യലിസ്റ്റ് സാമൂഹിക ക്രമം കെട്ടിപ്പടുക്കണമെങ്കിൽ അധികാരം വികേന്ദ്രീകരിക്കപ്പെടണം. അധികാരം വികേന്ദ്രീകരിക്കണമെങ്കിൽ ജനങ്ങളിൽ സഹകരണം വളർത്തിയെടുക്കണം, സഹോദരിത്വം വളർത്തിയെടുക്കണം. അപ്പൊ സ്വാഭാവികമായി സഹകരണത്തോട് മാത്രമേ, സഹോദരിത്വത്തോടുകൂടി മാത്രമേ നമ്മുടെ ഗ്രാമീണ സമ്പദ്ഘടനയെ വിജയിക്കാൻ കഴിയുമെന്ന് വിഭാവന ചെയ്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനാണ് നമ്മൾ ഇന്ത്യയിൽ ഈ സഹകരണ വാരാഘോഷം നടത്തുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സഹകരണ ശൃംഖലകളിലൊന്ന് നമ്മുടെ രാജ്യത്തെ സഹകരണ മേഖലയാണ്. വിവിധങ്ങളായ മേഖലകളിൽ കാര്യത്തിലുണ്ട്. 1 കൃഷിയിലുണ്ട്, 2 വായ്പയിലുണ്ട്, 3 ക്ഷീരോത്പാദനമുണ്ട്, 4 ഭവന നിർമ്മാണമുണ്ട്, 5 മത്സ്യബന്ധനമുണ്ട്. അപ്പൊ ഇത്തരം എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന സഹകരണ സംഘടനകളുടെ ആകെ തുകയെടുത്താൽ ഏതാണ്ട് 8 ലക്ഷത്തോളം വരുന്ന സഹകരണ പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്ത്. 1969 ബാങ്കിന്റെ ദേശസാൽക്കരണം നടന്നത്. ദേശസാൽക്കരണ പ്രക്രിയയ്ക്ക് മുമ്പ് നമുക്കറിയാം നമ്മുടെ ബാങ്കുകൾ സമ്പന്നന്മാരുടെ മാത്രം അഭയകേന്ദ്രമായിരുന്നു. സാധാരണക്കാർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ കുട്ടികളെ പഠിപ്പിക്കാൻ, സ്വന്തം വസ്തു വാങ്ങാൻ, ഒരു വീട് വയ്ക്കാൻ, എന്തെങ്കിലും ഒരു സാധാരണക്കാരുടെ തൊഴിൽ ആരംഭിക്കാൻ സാമ്പത്തിക സഹായമായി ബാങ്കുകളിൽ കയറിയിറങ്ങിയാൽ ഒരു കാലത്തും സാധാരണക്കാരായ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു സമീപനം നമ്മുടെ രാജ്യത്ത് സമ്പന്നന്മാരുടെ അഭയകേന്ദ്രമായ ബാങ്കുകൾ സ്വീകരിച്ചിരുന്നു. ആ ബാങ്കുകളെ സാധാരണക്കാരുടെ അഭയകേന്ദ്രമാക്കി മാറ്റുന്നത് 1969 ബാങ്ക് ദേശസാൽക്കരണത്തിലൂടെയാണ്. അന്ന് ആദ്യ മാസങ്ങളിൽ ബാങ്കിന്റെ ശാഖ ആരംഭിക്കാനും ആ ശാഖകളിലൂടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്വാസം പറയുന്ന ലോണുകൾ കൊടുക്കാനും ശ്രീമതി ഇന്ദിരാഗാന്ധി കർശനമായ നിർദ്ദേശം കൊടുത്തു. ആ 61 ശേഷമാണ് സാധാരണക്കാർക്ക് ബാങ്കുകളിൽ കടന്നു ചെല്ലാൻ പോലും ഒരവസരം കിട്ടി. എന്നാൽ പോലും എടുക്കുന്ന ബാങ്കിന്റെ തുകകൾ
കൂട്ടുപരിശ്രമിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ പണം തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ സർഫാസി നിയമം വരെ നമ്മുടെ രാജ്യത്ത് പ്രാവർത്തികമാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അളമത്തിലോ ചേരയിൽ കളിക്കുന്ന ജനോട് പാവപ്പെട്ടവർക്ക് നിവൃത്തി എടുപ്പിടാണ് അവർ ബാങ്കുകളിൽ ലോൺ എടുക്കാനായി പോകുന്നത്. ലോൺ എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ കൊളാട്രൽ സെക്യൂരിറ്റി കൊടുക്കണം, അല്ലെങ്കിൽ സ്വർണം പണ്ടങ്ങൾ പണയം വയ്ക്കണം. അപ്പൊ സ്വർണം പണയം വെച്ചും പണ്ടങ്ങൾ പണയപ്പെടുത്തി അല്ലെങ്കിൽ കെട്ടുകാലി പണയപ്പെടുത്തി ഇടപാട് തീർത്തി കൊടുത്തിരിക്കുന്ന ലോണുകൾ അവസാനം തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ ആ പലരുടെയും വസ്തുക്കൾ സർക്കാർ ബാങ്കുകൾ കണ്ടുകെട്ടി ആ കണ്ടുകെട്ടി അവർക്ക് അടുത്തതിനെ കണ്ടിട്ട ഒരു സാഹചര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലെ സഹകരണ സംഘങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. നമ്മുടെ സഹകരണ സംഘങ്ങൾ ഉണ്ടായതിനു ശേഷം നമ്മുടെ സാധാരണക്കാരന്റെ ജീവനാഠ്യങ്ങളായി സഹകരണ പ്രസ്ഥാനങ്ങൾ മാറിയിരിക്കുകയാണ്. സഹകരണ പ്രസ്ഥാനങ്ങളിലൂടെ അതിജീവനം നടത്തിയ 10,000-കണക്കിന് ആളുകൾ ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇപ്പോ കുഞ്ഞുങ്ങൾക്ക് വിദേശത്ത് പഠനത്തിന് പോകാൻ, അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് ഭൂമി വാങ്ങിച്ച് അതിൽ കെട്ടിടം വയ്ക്കാൻ, അല്ലെങ്കിൽ തങ്ങളുടെ ചിത്രാനുസൃതമായ ഒരു വാഹനം വാങ്ങിക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൊഴിലവസരം തുടങ്ങാൻ, ഇതിനൊക്കെ നാഷണലൈസ്ഡ് ബാങ്കുകളെ സമീപിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ സാധാരണക്കാർക്ക് സമീപിക്കാൻ കഴിയുന്നത് ഈ സഹകരണ സംഘങ്ങളാണ്. സഹകരണ സംഘങ്ങൾ എന്ന് പറയുമ്പോൾ വായ്പ എടുക്കാൻ ചെല്ലുന്നവരുടെ കൂടി സ്ഥാപനമാണ്. ആ സഹകാരികൾ അവിടെ ബാങ്കിന്റെ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുന്നത് ബാങ്കിൽ മെമ്പർഷിപ്പുള്ള സഹകരണ പ്രസ്ഥാനമായി അഭിവൃദ്ധിയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായി പ്രസിഡന്റും ഭരണസമിതിയും ഒക്കെ ജനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് ജനങ്ങളുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും യാതനകളും വേദനകളും മറ്റാരെക്കാളും നന്നായിട്ട് അവർക്കറിയാം. അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. നാഷണലൈസ്ഡ് ബാങ്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനം മനുഷ്യചരിതമാണെങ്കിൽ കുറെ കൂടി മനുഷ്യത്വപരമായ സമീപനമാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹകരണ പ്രസ്ഥാനങ്ങൾ ഇനി നമ്മുടെ നാട്ടിൽ വളർന്നു വരേണ്ടതും വളർത്തിക്കൊണ്ട് വരേണ്ടതും അതിനെ നിലനിർത്തേണ്ടതും ഈ നാട്ടിലെ സാധാരണക്കാരായ ഓരോ പൗരന്റെയും കടമയാണ്, കർത്തവ്യമാണ്. അവിടെ ഉത്തരവാദിത്വം. ഏറെ പരിഗണന സേവനത്തിന്റെ കാര്യത്തിലായാലും കാർഷിക മേഖലയിലായാലും സംരംഭങ്ങൾ നല്ല രീതിയിലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പറയാം. ഒരു കുടുംബശ്രീ പ്രസ്ഥാനത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് അവർക്ക് ഇന്ന് ഒരുപാട് വ്യത്യസ്തങ്ങളായ പരിപാടികൾ പ്രവർത്തനത്തിന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ പ്രസ്ഥാനം ഏറെ മുന്നിലാണെന്ന് നമുക്ക് ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്ന കൂടി നമ്മെ സംബന്ധിച്ചിടത്തോളം 71 വർഷം പിന്നിടുന്ന വളരെ കൂടുതൽ നിന്നും ചെയ്യുകയാണ്. രാവിലെ കൃത്യസമയത്ത് തന്നെ ഈ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് സന്തോഷിക്കാനുള്ള പുസ്തകവും ഇതോടൊപ്പം വിശിഷ്ടാതിഥികൾക്ക് നമ്മുടെ ക്ഷണം ഈ ചന്ദ്രശേഖരൻ, മണികണ്ഠൻ തുടങ്ങിയുള്ള ചിരിയുടെ മുടിയേറ്റുള്ള പുസ്തകമാണ്. ഉണ്ണിത്തടങ്ങളാണ് അദ്ദേഹത്തെ സ്നേഹാദരവും ഈ വേദിയിൽ അഭാവത്തിൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്.